ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വീടാണിത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചൊരു വീടാണ്, അതും നല്ല ഗ്രാൻഡായിട്ട് നിർമ്മിച്ചത്. അത് ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 15 സെൻറ്റ് സ്ഥലമുണ്ട്. 3500 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള അടിപൊളി ഒരു വീട്. ഇത് നല്ല ലക്കി ചാൻസ് വീടാണ്. അപ്പം എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ്. അപ്പം എല്ലാവരും ലൈക്ക് അടിക്കണ്ട. അതേ മാവ്, പ്ലാവ്, തെങ്ങ്, ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ തെങ്ങും ഇവിടെ കിട്ടും. അതേ നേരെ കണ്ട ജംഗ്ഷനാണ്ട. ഈ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ആ ജംഗ്ഷനിൽ കിട്ടും. എല്ലാ കടകളും ഉണ്ട്. ഇത്രയും സൗകര്യമുള്ളൊരു വീട്, അതും കുറഞ്ഞ വിലക്ക്. അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും ഫെസിലിറ്റി ഉള്ള വീടിൻ്റെ വിലയല്ല ഇതിന് ചോദിക്കുന്നത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട്. കാരണം ഇതിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ച ആരും കാണിക്കൂലെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നല്ല ഗ്രാൻഡായിട്ടുള്ള വീട് നമുക്ക് കിട്ടണത്. സിറ്റ് ഔട്ടൊക്കെ കണ്ട, സിറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് സ്ലാബായിട്ടേക്കണം. സൈഡൊക്കെ കംപ്ലീറ്റ് വുഡ് പാനലൊക്കെ ചെയ്ത് കാണാൻ പറയുന്നത് നല്ല ലുക്ക് ഒരു വീട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യണ വീഡിയോ നമ്മൾ എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതായത് ചെറിയ ബഡ്ജറ്റ് തുടങ്ങി വലിയ ബഡ്ജറ്റ് വരെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീട് ബഡ്ജറ്റിനുള്ള വീട് എപ്പോഴാണ് വന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിവിങ് ഏരിയ വേണ്ടി കാണണം. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ലിവിങ് ഏരിയ. അപ്പോൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടും. കാരണം ഇപ്പം നമുക്ക് ഇനി കുറേ വീഡിയോകൾ വരാനുണ്ട്. ഇപ്പം ഈ അടുത്ത് നമുക്കൊരു 35 സെൻറ്റ് സ്ഥലവും 35 ലക്ഷം രൂപ, 35 സെൻറ്റ് സ്ഥലവും ഒരു വീടും കൂടി, അതൊക്കെ നമുക്ക് അടുത്ത ദിവസം ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ വേണ്ടി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ കണ്ടോ, ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാൾ വരുന്നത്. അപ്പോൾ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ വാഷ് ബേസിൻ ഏരിയ കണ്ട എന്താ ഒരു ലുക്ക് നോക്കി. പക്കാ സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കണ വീട് കണ്ടാ. ആര് വന്ന് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകുന്നുള്ളത്. അത് നല്ല പ്രൈം ലൊക്കേഷനും ഇതിൽ കൂടെ 3 ഫേസ് കണക്ഷനും 3500 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടാണിത്. കണ്ട ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല എന്താ പറയുക, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേക്കണ ഒരു വീട്. ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം കണ്ടോട്ടെ, താഴത്തെ നിലയിലാണ് കണ്ട. താഴത്തെ നിലയിൽ മാത്രം 3 ബെഡ്റൂമാണ്. അതും നല്ല നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ. ഇത് കബോർഡ് കാര്യങ്ങൾ എല്ലാനും വുഡാണ്ട. എല്ലാനും നല്ല തേക്കിൽ പണിതേക്കണാണ്. ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഒക്കെ വലിപ്പം നോക്കിക്കോട്ടെ വേണ്ട. ബാത്റൂമിൻ്റെ ഒക്കെ വലിപ്പം നോക്കി. ഒന്നും ഇടുങ്ങിയ സെറ്റപ്പ് ഒന്നുമില്ല. എല്ലാനും നല്ല വലിയ ബാത്റൂമാണ് ഈ വീടിനുള്ളത്. ഒരു സംഭവം ചെറുതില്ല. ഇനി നമ്മളിവിടുന്ന് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ബെഡ്റൂം. നമ്മളിപ്പോൾ അവിടെ പോയപ്പോൾ അതങ്ങ് എടുത്തന്നേ ഉള്ളൂ. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ഒക്കെ വലിപ്പം നോക്കി കണ്ട. നല്ല സൈസുള്ള ബെഡ്റൂമാണ് എല്ലാവരും. എല്ലാ റൂമും AC കാര്യങ്ങളും സീലിംഗ് വർക്ക് അങ്ങനെയുള്ള എല്ലാ പരിപാടിയും തീർത്തു വെച്ചേക്കുന്നത്. അത്രയും ഗ്രാൻഡ് എന്ന് തന്നെ പറയാം. അത്രയും സെറ്റപ്പായിട്ട് ഫിനിഷ് ചെയ്യുന്നത്. അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ നേരെ ചെല്ലുമ്പോൾ ഇവിടെ നിങ്ങളുടെ ബാത്റൂം ഉണ്ട്. എല്ലാ ബെഡ്റൂമും ഒന്നിനൊന്ന് വെച്ചോണം കണ്ട. ഇതാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. എല്ലാം നല്ല സെറ്റാക്കി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആലുവ കളമശ്ശേരിയാണ്. അതായത് എറണാകുളം കളമശ്ശേരിയിലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അത് നമ്മുടെ മെട്രോന്ന് വെറും 2.5 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീട് നിൽക്കുന്നത്. അത് ആലുവ മെട്രോന്ന് 2.5 കിലോമീറ്റർ. ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ദൂരങ്ങളില്ല. ഇത് എൻ്റർടൈൻമെൻറ്റ് ഏരിയ ഉണ്ടാ. ഈ വീട്ടിൽ നിന്നുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ ദൂരങ്ങൾ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോട്ടെ. അപ്പോൾ എല്ലാ സ്ഥലത്തോട്ടുള്ള ദൂരം നിങ്ങൾക്ക് കിട്ടും. എയർപോർട്ടിലോട്ടുള്ളത്, ടൗണിലോട്ടുള്ളത്, ഹോസ്പിറ്റലിലോട്ടുള്ളത്, സ്കൂളിലോട്ടുള്ളത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതിയേക്കാം. ഇതിപ്പോൾ 3ാമത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ 3 ബെഡ്റൂം. ഇതാണ് മെയിൻ ബെഡ്റൂം. ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ മെയിൻ ബെഡ്റൂമാണിത്. അതിൻ്റെ ബാത്റൂം
അവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യണം. അതിന്റെ സീലിംഗ് കണ്ടത് ഇതൊക്കെ ഇത്തിരി കൂടി ഗ്രാൻഡ് ആയിട്ട് ചെയ്തേക്കണേ. ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണണം, നേരിട്ട് ഒന്ന് കണ്ടാലേ ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ എന്നുള്ളത്. അതിപ്പോഴും നല്ല പക്കയായിട്ടിരിക്കുന്ന വീട്. ഇനി നിങ്ങളെ കിച്ചണും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി കാണാം. കണ്ട കിച്ചൺ കണ്ട ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്, വൈറ്റ് സ്ലാബായിട്ടേക്കണം. കണ്ട കബോർഡ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം നല്ല മോഡേൺ ഇതായിട്ട്. തൊട്ടപ്പുറത്ത് ഒരു സ്റ്റോർ റൂം അത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ വീട്ടിൽ എല്ലാ ഫെസിലിറ്റിയാണ് എന്നുള്ളത്. ഇനി ഇതിന്റെ വലിയ ഒരു കിച്ചണും കൂടി അതിന്റെ തൊട്ടപ്പുറത്തുണ്ട്, ഇതിന്റെ വലുത്. ഈ കിച്ചൺ ഒന്ന് കണ്ടു നോക്കിയാൽ കണ്ട, ഇത് നമുക്ക് അത്യാവശ്യം അതിനേലും വലിപ്പമുണ്ട് ഈ കിച്ചൺ. അപ്പോൾ 2 കിച്ചണാണ് ഈ വീടിനുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി നമുക്ക് മുകളിലോട്ട് കയറാം. ഇനി മുകളിൽ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡൊക്കെ എടുക്കാണ്ട്, ഞാൻ ബാക്ക് സൈഡൊക്കെ എടുക്കാൻ വീഡിയോ ഇപ്പം തന്നെ 8 മിനിറ്റ് കഴിഞ്ഞ്. ഇപ്പം ഇതിന്റെ ഹാൻഡ് റെയിലൊക്കെ കണ്ട എന്ത് ഭംഗി, എല്ലാം തടിയിലാണ് ചെയ്തേക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ സ്വന്തം ആവശ്യം വേണ്ടി പണിയുമ്പോൾ അതിൻ്റെ അകത്ത് പൈസ നോക്കൂല, ക്വാളിറ്റി മാത്രം നോക്കുള്ളൂ. കാരണം ഇത് നമ്മളിത് പണിയുമ്പോൾ എന്ന് വെച്ചാൽ ഇത് വിൽക്കുമോ എന്നുള്ളൊരു കണ്ടീഷനിൽ പണിയണ വീടല്ലല്ലോ, മനസ്സിലായേ? നമ്മൾ എന്നും ഒരുപാട് നാൾ താമസിക്കും എന്നുള്ള മൈൻഡിൽ പണിയണ വീടാണ്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരൊറ്റ ബെഡ്റൂം കേട്ടോ, അതും നല്ല ഗ്രാൻഡ് ഒരു ബെഡ്റൂം കണ്ടാ. ഇത് ഇത്തിരി ലുക്ക് ബെഡ്റൂം ആയിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ സീലിംഗ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ലൈറ്റ് ഇടാൻ കണ്ട, മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ലൈറ്റ് ആയി കഴിഞ്ഞാൽ ക്യാമറയിലോട്ട് അടിക്കുമ്പോൾ ബ്ലറാവും. അതിൻ്റെ ബാത്റൂം കണ്ട, അതിൻ്റെ ബാത്റൂമിലേക്ക് വലിപ്പം നോക്കി. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് എല്ലാം ഉള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും ഒന്നിനൊന്ന് വെച്ചാൽ. പിന്നെ ഈ വീടിന്റെ റേറ്റ് പറഞ്ഞില്ല, ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3,20,00,000 രൂപയാണ്. നമുക്കൊരു 3 കോടിയിലേക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം ഇത് കളമശ്ശേരിയാണ് ലൊക്കേഷൻ. അതേകൂട്ട് തന്നെ ഒരു ആ ജംഗ്ഷനിൽ തന്നെ ഇരിക്കുന്ന വീടാണ്. എല്ലാ ഫെസിലിറ്റിയും ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് കാർ പാർക്കിങ്ങും കാര്യങ്ങളും വീടും ഗ്രാൻഡ്. ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്ഥലത്തിന് തന്നെ നല്ല വിലയുണ്ട്. അപ്പോൾ ഈ വില ആകും. കാരണം ഇതിൽ കുറഞ്ഞൊന്നും അവർ കൊടുക്കാൻ ചാൻസില്ല. എന്തായാലും ഒരു 3 CR കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും സെറ്റപ്പുള്ളൊരു വീടാണ്. അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത്. ഇത് കോമൺ ബാത്റൂം വേണ്ട, ഒരു കോമൺ ബാത്റൂം ഹാളിൽ തന്നെ കയറി വന്ന ഹാളിൽ. അപ്പോൾ ഇതിനകത്ത് മൊത്തം 4-5 ബാത്റൂം ഉണ്ട്. ഇത് ഓപ്പൺ ഏരിയ ഉണ്ട. വാട്ടർ ഹീറ്റർ വെക്കാൻ വേണ്ടി സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്, സോളാറിൻ്റെ വാട്ടർ ഹീറ്ററേ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.